ഇപ്പോൾ ബി.ജെ.പി. നേതാവ് പി.കെ. കൃഷ്ണദാസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കൃഷ്ണദാസ്, അങ്ങ് അറിഞ്ഞു കാണുമല്ലോ ഈ ആലത്തിയൂരിൽ ഉണ്ടായ ഒരു സ്കൂളിലെ സംഭവം. അവിടെ ദേശഭക്തി ഗാനം ആലപിക്കുകയാണ് ഓഗസ്റ്റ് 15-ന് കുട്ടികൾ. അത് RSSന്റെ ഗണഗീതമാണ് ചൊല്ലിയത് എന്ന് SDPI ആ വിഷയം കുത്തിപ്പൊക്കുന്നു. ഉടനടി SDPIയുടെ നിർദ്ദേശപ്രകാരം സ്കൂൾ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കും, തിങ്കളാഴ്ച തന്നെ നടപടി ഉണ്ടാകും എന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ആ സ്കൂളിൻ്റെ ലെറ്റർ പാഡിൽ ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് SDPIയുടെ വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടലുകളെ അങ്ങ് കാണുന്നത്? കാരണവശാലും ഇത് അംഗീകരിക്കാൻ സാധ്യമല്ല. ഈ ക്ലാസ്സുകൾ സ്കൂളിനകത്ത് സ്വാതന്ത്ര്യദിനാഘോഷത്തില് ഈ ദേശഭക്തി ഗാനം ആലപിച്ചതിന്റെ പേരിൽ ഈ SFIയും DYFIയും പ്രതിഷേധവുമായി രംഗത്ത് വന്നത് നമുക്കറിയാൻ സാധിക്കും. നമ്മൾ ഈ വരാനിരിക്കുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ട്, അതായത് തീവ്രവാദികളും ഭീകരവാദികളുമായിട്ടുള്ള രാഷ്ട്രീയ സഖ്യമുണ്ടാക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി അരങ്ങത്തും അണിയറയിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരു വിഭാഗത്തെ പ്രീതിപ്പെടുത്താനും പ്രീണിപ്പിക്കാനുമാണ് ദേശഭക്തി ഗാനം ആലപിച്ചതിനെതിരായിട്ട് ഇവർ രംഗത്ത് വന്നത്. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളായിട്ടുള്ള SFIയും DYFIയും ഇത്തരം ദേശവിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചത് നമുക്ക് അത്ഭുതമില്ല. നാളിതുവരെ അവർ സ്വീകരിച്ച രാജ്യദ്രോഹ നിലപാടിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് ഈ സംഭവം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറിച്ച് മറ്റൊരു കാര്യമുള്ളത്, ഇത് വർഗവാദികളും വർഗീയവാദികളും ഈ ദേശവിരുദ്ധതയുടെ പേരിൽ സ്വാഭാവികമായിട്ടും നേരത്തെ അവർ ഒന്നിച്ചിട്ടുണ്ട്. ഇപ്പോഴേ വീണ്ടും ഈ വർഗവാദികളും വർഗീയവാദികളും ഈ ദേശവിരുദ്ധതയുടെ പേരിൽ ഇപ്പോഴും ഒന്നിക്കുന്നു. അതാണ് SDPI, SFI, DYFI ഈ അവിശുദ്ധ അച്ചുതണ്ടിനെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഇവരൊക്കെ ചേർന്നിട്ടാണ് സ്കൂളിൽ ഈ വിഷയം ഉണ്ടാക്കിയത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ദേശഭക്തി ഗാനം പാടിയതിന്റെ പേരിൽ ആലപിച്ചതിന്റെ പേരിൽ ഏത് പ്രിൻസിപ്പളും ആരായാലും ശരി എന്തെങ്കിലും നടപടി എടുക്കുകയാണെങ്കിൽ അത് കേവലം തിരൂരിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. അത് വലിയ രൂക്ഷമായിട്ടുള്ള വിഷയമായിട്ട് പ്രശ്നമായിട്ട് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ ഒരു പ്രിൻസിപ്പലിന് അങ്ങനെ ഉത്തരവ് നൽകാൻ നിയമപരമായിട്ടോ അല്ലെങ്കിൽ KERലോ KSRലോ അങ്ങനെ ഒന്നും എവിടെയും പറയുന്നില്ല. മാത്രമല്ല ആ പ്രിൻസിപ്പാളിനെതിരായിട്ട് നടപടി എടുക്കേണ്ടതായിട്ട് വരും എന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് സൂചിപ്പിക്കേണ്ടത്. പക്ഷേ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ പിണറായി സർക്കാരിന്റെ കീഴിൽ എത്രമാത്രം ശക്തമാണ് ദേശവിരുദ്ധ പ്രവർത്തനം എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ആലത്തിയൂരിലെ സംഭവം. ഇത് കേരളത്തിൽ ആകമാനം ഈ LDFന്റെ ഭരണത്തിന് കീഴിൽ UDFന്റെ സഹായത്തോടുകൂടി രാജ്യവിരുദ്ധ ശക്തികൾ, ദേശവിരുദ്ധ ശക്തികൾ, അത് PFI ആയാലും SDPI ആയാലും കേരളത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും അവർ സ്വാധീനം ചെലുത്തുന്നു. അതിന്റെ ഒരു വിദ്യാഭ്യാസ മേഖല അവർ ചെലുത്തുന്ന സ്വാധീനത്തിന്റെ അല്ലെങ്കിൽ സമ്മർദ്ദത്തിന്റെ ഒരു നഖചിത്രം മാത്രമാണ് നമുക്ക് തിരൂരിലെ ആലത്തിയൂർ സ്കൂളിലെ ഈ ദേശഭക്തി ഗാനം ആലപിച്ചതുമായി ബന്ധപ്പെട്ട ഈ സംഭവം വ്യക്തമാക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ പി.കെ. കൃഷ്ണദാസ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.